പൊസിഷൻ 1 എന്ന് പറഞ്ഞാൽ പ്രെയർ പൊസിഷനാണ്. നമ്മൾ ഇതിനകത്ത് കാണിച്ച പോലെ കൈ ഇങ്ങനെ ബോഡിയോട് ചേർത്ത് പിടിക്കണം. ഇങ്ങനെ മുമ്പിലേക്ക് ആയാൻ പാടില്ല. അതുപോലെ തന്നെ ബാക്കിലേക്കും ഇങ്ങനെ ആയാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. എന്നിട്ട് നേരെ ഇങ്ങനെ നോക്കി ഏതെങ്കിലും ഒരു പോയിന്റ് നോക്കി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അതുപോലെ കാലിങ്ങനെ 2 സൈഡിലേക്കൊന്നും പോകരുത്. നേരെ പാരലായിട്ട് വേണം വയ്ക്കാൻ. ബോഡിക്ക് നേരെ വയ്ക്കണം കാല്. അതുപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റ് പൊസിഷൻ നിൽക്കണം. വളഞ്ഞുകൊണ്ട് നിൽക്കരുത്. ഇനി പൊസിഷൻ 2 എന്ന് പറയുമ്പോൾ സ്ട്രെച്ച് ബാക്കിലേക്ക്. ആദ്യം നമ്മൾ നന്നായിട്ട് ഇങ്ങനൊരു സ്ട്രെച്ച് കൊടുക്കണം. നമ്മുടെ ഈ ഒരു സൈഡ് പോർഷൻ കണ്ട ആ പോർഷൻ നല്ല വലിവ് വേണം. അത് നൈസായിട്ടൊരു ജസ്റ്റ് ഒന്ന് അധികം പോകരുത്. ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യണം ബാക്കിലേക്ക്. തല ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്ന തെറ്റാണ്. തല ഫ്രണ്ടിലേക്കും പോകരുത്. നമ്മൾ 2 കൈൻ്റെ ഇടയിൽ വേണം തല വരാനായിട്ട്. കൈകളും തലയും ഒരേ ലൈനിലായിരിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ആദ്യമേ നിങ്ങൾക്ക് ഇത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയെന്ന് ഇരിക്കില്ല. അപ്പം പറ്റണ പോലെ സ്ട്രെച്ച് ചെയ്യുക. കുറേ ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ ആയരുത്. ജസ്റ്റ് നൈസ് ഒരു ആർക്ക് ബാക്കിലേക്ക് കൊടുത്താൽ ഇനി മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഫോർവേഡ് ബെൻഡിങ്. നമ്മൾ ഫ്രണ്ടിലേക്ക് ഫുള്ള് സ്ട്രെച്ച് ചെയ്യുക. അത് ഈ ബാക്കിൽ നിന്ന് ഈ പൊസിഷനിലേക്ക് ആ സ്ട്രെച്ച് കളയാതെ തന്നെ ഫ്രണ്ടിലേക്ക് ഉണ്ട് നൈസായിട്ട് ഇങ്ങനെ നമ്മുടെ വയറും പുറമൊക്കെ ഫ്ലാറ്റായിട്ട് കൊണ്ടുവന്ന് നൈസായിട്ട് താഴെ കൊണ്ടുവന്ന് കൈ പതിപ്പിക്കുക. ഇത്രയും സ്ട്രെച്ചിന് ആദ്യം പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എത്ര എത്തണം അത്രയും നിലത്ത് കൈ കുത്താൻ വേണ്ടി കൈ ടച്ച് ചെയ്യുമ്പോൾ പറ്റുന്നിരിക്കില്ല. അപ്പോൾ നമ്മൾ മുമ്പിലേക്ക് ജസ്റ്റ് ഇതാകുക. ആണ് തല നൈസായിട്ട് കുനിച്ചിടണം. തല ഇങ്ങനെ കുനിച്ച് വേണം ഇടാനായിട്ട്. നമുക്ക് എത്ര പറ്റും അത്രയും ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. പതിയെ ഇവൻച്വലി അങ്ങനെ ആയിക്കോളും. പതിയെ നമ്മൾ പാദഹസ്താസനം ബോസിലേക്ക് എത്തും. ഇതിൻ്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ നടുവ് ഫ്ലാറ്റാക്കി വയ്ക്കുക. അതുപോലെ തല ബാക്ക് കുനിച്ചിടുക. അത് മാത്രമാണ്. ഇനി അടുത്തത് പൊസിഷൻ 4 എന്ന് പറയുമ്പോൾ നമ്മൾ വലത്തേക്കാൽ ബാക്കിലേക്ക് വയ്ക്കുകയാണ്. വലത്തേക്കാൽ ബാക്കിലേക്ക് വെച്ചിട്ട് ഇടത്തേക്കാൽ ഫ്രണ്ടിൽ പതിപ്പിച്ച് വയ്ക്കുക. അതുപോലെ കൈകൾ കാലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് പതിപ്പിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക. പിന്നെ ഈ പൊസിഷനിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുട്ട് ഫ്രണ്ടിലേക്ക് പോവും. അങ്ങനെ വരാൻ പാടില്ല. മുട്ട് നേരെ ഇരിക്കണം. മുട്ട് നമ്മുടെ ഈ കാലിൻ്റെ ആ ഭാഗം ഒരേ ലൈനിലായിരിക്കണം നിൽക്കുന്നത്. മുട്ട് മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുട്ടിന് ഭയങ്കര പ്രഷർ വരും. അതുകൊണ്ട് ഒരൊറ്റ ലൈനിലായിരിക്കില്ല. പക്ഷേ ഹിപ്പ് കുറേ മുകളിലേക്ക് പോകാൻ പാടില്ല. തെറ്റാ റോങ് പൊസിഷനാണ്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാം. കാല് കുറച്ച് പൊക്കി വെച്ച് ഇങ്ങനെ നിൽക്കാം. അല്ലെങ്കിൽ കാല് നൈസായിട്ട് മാറ്റിലേക്ക് പതിപ്പിച്ചിടാം. എന്തായാലും ഹിപ്പ് താഴെ വേണം. എന്നിട്ട് മുകളിലേക്ക് നോക്കണം സ്ട്രെയിറ്റ് ആയിട്ട്. ഓൾട്ടർനേറ്റീവ്ലി ഇങ്ങനെ നിൽക്കാം. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കാം. അതൊക്കെ ശരിയാണ്. ഇനി അടുത്ത പൊസിഷൻ 5 പ്ലാങ്ക് പൊസിഷനാണ്. ഇതിനകത്ത് നമ്മൾ അടുത്ത കാലും കൂടി ബാക്കിലേക്ക് വെച്ച് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഒരു സ്റ്റിക്ക് പോലെ നിൽക്കുവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നമ്മുടെ ഇത് ഹിപ്പ് മുകളിലേക്ക് പോകും. അങ്ങനെ തെറ്റാണ്. ആ പൊസിഷൻ അങ്ങനെ ആകരുത്. ചിലപ്പോൾ ഇത് താഴത്തേക്ക് ഇങ്ങനെ സിങ്കായി പോകും. അതും പാടില്ല. ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. നമ്മുടെ കഴുത്തിൻ്റെ അവിടെ തൊട്ട് കാൽപാദത്തിൻ്റെ അവിടെ വരെ ഒറ്റ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. കൈ ഒറ്റ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. അടുത്തതെന്ന് പറയുമ്പോൾ പൊസിഷൻ 6 എന്ന് പറയുമ്പോൾ മുട്ട്, നെഞ്ച്, താടി ഇത്രയും ഭാഗങ്ങൾ നമ്മൾ മാറ്റിൽ പതിപ്പിക്കണം. ബട്ടക്സ് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കണം. ഇതാണ് അടുത്ത പൊസിഷൻ. ഇങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാങ്ക് പൊസിഷനിൽ നിന്ന് നേരെ വരാൻ എങ്ങനെയാ വെച്ചാൽ ചുമ്മാ നമ്മൾ ഇങ്ങോട്ട് കിടക്കണം. എന്നിട്ട് ഇങ്ങനെ മുട്ട് വരച്ചെടുത്ത് ബട്ടക്സ് ഇങ്ങനെ മുകളിലാക്കി നിൽക്കണം. എന്തായാലും നമ്മുടെ കാൽമുട്ട്, നെഞ്ച്, താടി ഇത്രയും ഭാഗങ്ങൾ നിലത്തായിരിക്കണം. അടുത്ത പൊസിഷൻ 7 ഭുജംഗാസനം, സ്നേക്ക് പോസ് ഓർ കോബ്ര പോസാണ്. അവിടെ നമ്മൾ പാമ്പിനെ പോലെ ജസ്റ്റ് ഇങ്ങനെ തല പൊക്കുക. അപ്പർ ബോഡി വയറ് തൊട്ടുള്ള അപ്പർ ബോഡി മുകളിലേക്ക് പൊക്കുക. എന്നിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഓപ്പൺ ആയി കൊടുക്കുക. ഷോൾഡറൊക്കെ. എന്നിട്ട് തല ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വയ്ക്കുക. കാൽപാദം തൊട്ട് ആ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങൾ മാറ്റിൽ പതിപ്പിച്ചിടുക. കൈ ജസ്റ്റ് ബോഡിയോട് ചേർത്ത് പിടിക്കുക. ഇതാണ് ഈ പോസ്. ഇതിൻ്റെ മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ കൈ ബോഡിയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ കുറേ അഞ്ഞു പോകും. അത് വളരെ ചില സമയത്ത് കുറേ സിങ്കായി പോകുന്നത് അധികം. അത് പാടില്ല. നേരെ ഇങ്ങനത്തെ പൊസിഷനിൽ വേണം. കൈ ഇങ്ങനെ മടങ്ങി ബോഡിയോട് ചേർന്നിരിക്കണം. അതുപോലെ അടിവേറ് വരെ ഇരിക്കണം, താഴെ ഇരിക്കുന്നത്. പിന്നെ അടുത്ത മിസ്റ്റേക്ക് ചില സമയത്ത് ഷോൾഡർ ഇതുപോലെ ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാടില്ല. ഷോൾഡറൊക്കെ നിവർന്ന് ജസ്റ്റ് അങ്ങോട്ട് ഓപ്പൺ ആക്കി തല കുറച്ച് ജസ്റ്റ് ബാക്കിലേക്ക് ഇട്ട് അങ്ങനെ വേണം നിൽക്കാനായിട്ട്. കൈ ബോഡിയോട് മാക്സിമം അടുപ്പിച്ച് ഇങ്ങനെ മടക്കി പിടിക്കണം. വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ കാൽപാദം ഇങ്ങനെ രണ്ടും അകന്ന് പോകും. കാല് ചില സമയത്ത് ഇങ്ങനെ മുകളിലേക്കായി പോകും കാൽപാദം. അതും പാടില്ല. മാക്സിമം പതിപ്പിച്ചിടണം. കാൽപാദം രണ്ടും ഒരേപോലെ അടുത്തടുത്തായിരിക്കണം. അതുപോലെ പതിപ്പിച്ച് വിടണം. അടുത്ത പൊസിഷൻ 8 പർവ്വതാസനം, ഇൻവേർട്ടഡ് വി പോസാണ്. ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ഇൻവേർട്ടഡ് വി ഷേപ്പിൽ ഇങ്ങനെ നിൽക്കണം. ഇവിടെ പറ്റുന്ന കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ തല ഇങ്ങനെ കൈയിൻ്റെ അടിയിലേക്ക് പോകും. ചിലപ്പം മുമ്പിലേക്കാവും. അങ്ങനെ പാടില്ല. 2 കൈൻ്റെയും നടുക്ക് തല വന്നം. മാക്സിമം തലയും കൈയും മാറ്റിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കാത്ത സമയത്ത് ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കോളും. ആദ്യമേ ഇങ്ങനെ മാറ്റിലേക്ക് പതിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഈ കാണുന്ന പോലെ കുറച്ച് മൂവ്മെൻറ്റ് കൊടുക്കണം കാൽപാദം തമ്മിൽ. അപ്പോൾ പതിഞ്ഞോളും. നെക്സ്റ്റ് പൊസിഷൻ 9 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ബാക്കിലേക്ക് എടുത്ത റൈറ്റ് ലെഗ് വലത്തേക്കാല് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. റിവേഴ്സ് ഇവിടെ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ല. കാൽമുട്ട് ഫ്രണ്ടിലേക്ക് പോകരുത്, ബാക്കിലേക്കും പോകരുത്. കാൽമുട്ട് സ്ട്രെയിറ്റ്. ആ കാൽമുട്ട് മുതൽ ആ കാലിൻ്റെ പാദം വരെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരൊറ്റ ലൈനിലായിരിക്കണം. പിന്നെ കൈ ഇങ്ങനെ ഇതിനകത്തേക്ക് പോകാൻ പാടില്ല. 2 കൈൻ്റെ നടുക്ക് കാല് വേണം. ആ സ്കീമിൽ വേണം. അത് ആദ്യം പറഞ്ഞില്ലായിരുന്നു. 2 കൈൻ്റെ നടുക്ക് വേണം. കാരണം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ബാക്കിലേക്ക് കൊണ്ടുപോകാൻ റൈറ്റ് കാലം അടുത്ത പൊസിഷൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. പൊസിഷൻ 10 എന്ന് പറഞ്ഞാൽ ഫോർവേഡ് സ്ട്രെച്ചിങ് ആണ്. ഇത് നമ്മുടെ തേർഡ് പോസിൻ്റെ റിപ്പീറ്റ് തന്നെ. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അടുത്ത പൊസിഷൻ 11 ബാക്ക്വേർഡ് സ്ട്രെച്ചിങ്. ഇത് പൊസിഷൻ 2ൻ്റെ റിപ്പീറ്റ് തന്നെയാണ്. പൊസിഷൻ 12 നമസ്കാരം.
റിലാക്സ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞ സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ ശരിക്കും ഈ 12 ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് നമ്മൾ മൊത്തം ലെഫ്റ്റ് സൈഡിലും ചെയ്യണം, റൈറ്റ് സൈഡിലും ചെയ്യണം. നമ്മൾ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം. ഫസ്റ്റ് പൊസിഷൻ നമസ്തേ പൊസിഷനാണ് മറ്റേതുപോലെ തന്നെ. സെക്കൻഡ് പൊസിഷൻ നമ്മൾ ബാക്ക്വേർഡ് ബെൻഡിങ് ആണ്. നമ്മുടെ സൈഡ് പോർഷൻ നല്ലൊരു വലിവ് കൊടുത്തിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് ആർച്ച് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം പോലെ റൂൾസൊക്കെ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെയാണ്. തേർഡ് പൊസിഷൻ പാദഹസ്താസനമാണ്, ഈ ഫോർവേഡ് സ്ട്രെച്ചിങ് ആണ്. പുറം ഫ്ലാറ്റായിട്ട് പിടിച്ചുകൊണ്ട് മുമ്പിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഫോർത്ത് പൊസിഷൻ ഇവിടെയാണ് ആകെ ഡിഫറൻസ് വന്നത്. നമ്മൾ ആദ്യത്തെ സെറ്റിൽ ലെഫ്റ്റ് കാലായിരുന്നു ഫ്രണ്ടിൽ, റൈറ്റ് കാലായിരുന്നു ബാക്കിൽ. ഇവിടെ നേരെ തിരിച്ച് റൈറ്റ് കാല് ഫ്രണ്ടിലും ലെഫ്റ്റ് കാല് ബാക്കിലേക്ക് കൊണ്ടുപോകണം. അതാണ് ആദ്യത്തെ ഡിഫറൻസ്. ഓപ്പോസിറ്റ് കാല് ബാക്കിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്ക് അവിടുത്തെ റൂൾസൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും സെയിം തന്നെയാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ലെഫ്റ്റ് കാലായിരുന്നു ഫ്രണ്ടിൽ, റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് കാല് ഫ്രണ്ടിൽ വെക്കണം. അടുത്ത പൊസിഷൻ പ്ലാങ്ക് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ മറ്റേതുപോലെ തന്നെ സ്റ്റിക്കായിട്ട് നേരെ നിൽക്കുക. അത് അടുത്തൊക്കെയാണ് റൂൾസ്. അടുത്ത പൊസിഷൻ 6 അഷ്ടാംഗ നമസ്കാരം. മുട്ട്, നെഞ്ച്, നെറ്റി അല്ലെങ്കിൽ താടി, ഇത് മൂന്നും മാറ്റിലിടുക. നിങ്ങൾക്ക് നെറ്റി അല്ലെങ്കിൽ താടി ഓൾട്ടർനേറ്റ് ഏതെങ്കിലും ഒന്ന് ഇടാം. എന്നിട്ട് ബട്ടക്സ് ഭാഗം, ഹിപ്പ് ഭാഗം പൊക്കി വയ്ക്കുക. ഇതിങ്ങനെ വരാൻ പറ്റാത്തവർക്ക് പ്ലാങ്കിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഉരച്ചെടുക്കാം, ഹിപ്പ് ഭാഗം ഉരച്ചെടുക്കാം, അങ്ങനെയും ചെയ്യാം. അടുത്ത പൊസിഷൻ 7 എന്ന് പറയുമ്പം കോബ്ര പോസ്, ഭുജംഗാസനം. റൂൾസൊക്കെ ഓൾറെഡി അതിനകത്ത് പറഞ്ഞ പോലെയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോബ്ര പോലെ ആകുക. അടുത്ത പൊസിഷൻ 8 ഇൻവേർട്ടഡ് വി പോസ് അല്ലെങ്കിൽ പർവ്വതാസനം പോസ്. റൂൾസൊക്കെ മറ്റേത് പറഞ്ഞ പോലെ തന്നെ ഈ മാക്സിമം തലയും കൈയും മാറ്റിനോട് ഇങ്ങനെ അടുത്തേക്ക് ഇതാകാൻ ശ്രദ്ധിക്കുക. ഹീൽസ് ടച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, പതിയെ ആയിക്കോളും. ഹീൽസ് കുറച്ച് പൊങ്ങി നിന്നാലും കുഴപ്പമില്ല. അടുത്ത പൊസിഷൻ 9. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ലെഗ് മുമ്പിലേക്ക് കൊണ്ടുപോകണം. മറ്റേ ലെഫ്റ്റ് സൈഡ് ചെയ്തപ്പോൾ റൈറ്റ് ലെഗാണ് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ചെയ്യുമ്പം ഈ പൊസിഷൻ ലെഫ്റ്റ് ലെഗ് മുമ്പിലേക്ക് കൊണ്ടുപോകണം. ഫോർത്ത് പൊസിഷൻ റൈറ്റ് ലെഗ് ആയിരുന്നു മുമ്പിൽ, 9th പൊസിഷൻ ലെഫ്റ്റ് ലെഗ് മുമ്പിലേക്ക് കൊണ്ടുവരാം. റൂൾസൊക്കെ അത് പറഞ്ഞ പോലെ തന്നെ. പൊസിഷൻ 10 പാദഹസ്താസനം, ഫോർവേഡ് സ്ട്രെച്ചിങ്. നന്നായിട്ട് പുറം ഫ്ലാറ്റായി കൊടുത്തിട്ട് മുമ്പിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, തല കുനിച്ചിടുക. പതി ഇതാണ് ഫൈനൽ പോസ്, ഇങ്ങനെയാകും. അടുത്ത പൊസിഷൻ 11 ബാക്ക്വേർഡ് സ്ട്രെച്ചിങ്, ബാക്കിലേക്ക് ഒരു ആർക്ക് പോലെ ബെൻഡ് ചെയ്യുക. പൊസിഷൻ 12 നമസ്തേ പോസ് ആൻഡ് റിലാക്സ്. അപ്പോൾ ഇതാണ് സൂര്യ നമസ്കാരത്തിൻ്റെ 12 പോസ്റ്റേഴ്സ്. ഇത് വൃത്തിയായിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ചെയ്യണം. രണ്ടും സെയിം തന്നെ, ആകെ വ്യത്യാസം കാല് വെക്കണതിൽ മാത്രമേ ഉള്ളൂ.